السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവന് വഴിപ്പെട്ട് അവന്റെ ആജ്ഞാനുവർത്തികളായി ജീവിതം ജീവിച്ചു തീർക്കുന്ന ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് കുറച്ചു സമയം അവന്റെ കലാമിനെ കുറിച്ച് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും അവൻ നമുക്ക് അവസരം നൽകി. നാളെ രാവിലെ നമ്മിൽ ആരൊക്കെ ഉണരുമെന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ സാധ്യമല്ലാത്ത ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണെങ്കിലോ ഇത്. ഓരോ നന്മ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണത്. അപ്പോഴാണ് ആ നന്മക്ക് കൂടുതൽ കൂടുതൽ തിളക്കവും സൗന്ദര്യവും ഉണ്ടാവുക. ഇതെന്റെ ജീവിതത്തിലെ നന്മ ചെയ്യാനുള്ള അവസാനത്തെ അവസരമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ നന്മയോട് നമുക്കൊരു പ്രണയം ഉണ്ടാകും, ആ നന്മയോട് നമുക്കൊരു ആർത്തി ഉണ്ടാകും. ആ നന്മ അതിന്റെ പരമാവധിയിൽ അതിന്റെ പെർഫെക്ഷനിൽ ചെയ്യുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്പസമയം നമ്മൾ ഇങ്ങോട്ട് കൂടിയിരിക്കുന്നത് നാളെ മീസാനിൽ നന്മയുടെ തുലാസിൽ വലിയ തൂക്കമുണ്ടാക്കുന്ന സൽക്കർമ്മമായി
നമ്മുടെ കർമ്മത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തി വെക്കട്ടെ. പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളയുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഒന്നും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിലേക്ക് പകർത്തി പരിവർത്തനമുണ്ടാക്കി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളായി സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറയപ്പെടാൻ പോകുന്ന കേൾക്കപ്പെടാൻ പോകുന്ന ഓരോ വാക്കുകളും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. 2025 ലോകം എത്തി നിൽക്കുമ്പോൾ ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആളുകൾ ഇഷ്ടപ്പെടുന്നത് വീടിന്റെ സോഫയിലോ കട്ടിലിലോ മലർന്നു കിടന്നോ ഇരുന്നോ റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് സഞ്ചരിച്ച് മണിക്കൂറുകൾ തള്ളി നീക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടം. പലപ്പോഴും നമ്മൾ വേറെന്തെങ്കിലും ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം നോക്കാനോ ഫോൺ എടുക്കുക. നമ്മൾ പോലും അറിയാതെ ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും എല്ലാം കയറി എന്നിട്ട് അവിടെ നിന്ന് ഷോർട്സുകളും റീൽസുകളും കണ്ട് മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചറിയ പഠിച്ചോണ്ട് എത്ര സമയമാണ് വേസ്റ്റായി പോയത് എന്നത്. എന്റർടൈൻമെന്റുകളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് വന്ന് കേൾക്കാനിരിക്കാനുള്ള മനസ്സന്നദ്ധത ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അറിവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ഒരു നിയത്തോടെ വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ, അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ. ഈ ഒരു ഇരുത്തം കൊണ്ട് ഞാനും എന്റെ റബ്ബിന്റെ കലാമുമായി എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടാകട്ടെ എന്ന ചിന്തയോടെ വേണം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഖുർആനിനെ അവഗണിച്ചുവോ എന്നൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം ഒരു വിഷയമായിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ നാം ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഉള്ള മാർഗം എന്താണ്? ഒരു എളുപ്പമാർഗമുണ്ട്. നമ്മളിനൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് 40 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി, അല്ലെങ്കിൽ 60 വയസ്സായി, അല്ലെങ്കിൽ 20 വയസ്സായി, അല്ലെങ്കിൽ 15 വയസ്സായി. വ്യത്യസ്തങ്ങളായ പ്രായമുള്ള ആളുകളാണ് ഇരിക്കുന്നത്. ഞാൻ ഖുർആൻ ഒരുപാട് ഓതിയിട്ടുണ്ട്. എത്രയോ വട്ടം ഫാത്തിഹ സൂറത്ത് ഓരോ ദിവസവും 17 തവണ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്. പുറമെ സുന്നത്ത് നിസ്കാരങ്ങളിലും ഒരുപാട് തവണ പാരായണം ചെയ്യുന്നുണ്ട്. തറാവീഹിൽ ഒരുപാട് ആയത്തുകൾ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ ഖുർആൻ എന്നെ ഒരു വട്ടമെങ്കിലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഇതാണ് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഖുർആൻ എന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു ചോദ്യം അതാണ്. 2, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ കാരണം, ഖുർആൻ കേട്ടത് കാരണം എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മൂന്നാമത്തത്, ജീവിതത്തിൽ ഖുർആനിന്റെ ആയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് സമാധാനവും സമാശ്വാസവും നൽകിയിട്ടുണ്ടോ? ഇത് മൂന്നും നിങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. ഞാനൊരു 10 സെക്കൻഡ് ഞാൻ സമയം തരാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആൻ എന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഖുർആൻ എനിക്ക് സമാധാനവും ശാന്തിയും നൽകിയിട്ടുണ്ടോ? ഏതായത്താവട്ടെ, ഏതെങ്കിലും ഒരു ആയത്ത് ഈ 3 സംഗതികൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റൊന്നും നിൽക്കണ്ട, എനിക്ക് ഉണ്ടായിട്ടുണ്ടോ ഒന്നും പറയണ്ട. 10 സെക്കൻഡ് എടുത്തിട്ട് സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. ചോദിക്കുന്നുണ്ടല്ലോ അല്ലെ? ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഖുർആൻ കാരണം എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് 3നും ഇല്ല 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 എന്നാണ് ഉത്തരമെങ്കിൽ നാം ഖുർആനെ അവഗണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവഗണിച്ചിട്ടുണ്ട്. കാരണം ഖുർആനെ പരിഗണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് 3മോ
അല്ലെങ്കിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നോ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ അപകടത്തിലാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനെ അവഗണിക്കുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചോനെ ഈ ഖുർആനിനെ അവർ പിന്നിലാക്കി കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു എന്ന് അള്ളാഹുവിനോട് പരാതി പറയുന്ന ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകും. വലിയ അപകടമാണത്. ഇനി ആ ഖുർആനിനെ നാം അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി പരിഗണിക്കാൻ എന്താണ് മാർഗം? ഖുർആനെ പരിഗണിക്കാൻ കഴിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ തലബുൽ ഇൽമി ഫരീദതൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് അറിവും ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് പിന്നീട് വരാം. അതിന്റെ മുന്നേ നമുക്ക് ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് പിറകിലേക്ക് പോകാം, നല്ലോണം പിറകിലേക്ക് പോകാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു കൊടുത്തൊരു വാഅദയുണ്ട്. എന്താണെന്നറിയോ? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാ കാലഘട്ടത്തിലും എന്റെ ഹുദ നിങ്ങളെ തേടി വരും. ആ ഹുദയെ നിങ്ങൾ പിൻപറ്റാൻ തയ്യാറായാൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. എന്റെ കരുണാ കടാക്ഷം നിങ്ങളിൽ ഉണ്ടാകുമെന്ന അള്ളാഹുവിന്റെ വാഅദ. ആ വാഅദയുടെ പൂർത്തീകരണം എന്നോണമാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരൊക്കെ കടന്നു വന്നിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ? ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ച സംഗതിയാണ്. ഒരു വയലിങ്ങനെ പറയാൻ പറ്റിയ സദസ്സല്ല. നിങ്ങൾ ഇങ്ങോട്ടും പ്രതികരിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ഉറങ്ങിത്തരും എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നത്. 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 25 പ്രവാചകന്മാരുടെ കഥകൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിലേതാനും പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. കഥകൾ പറയാത്ത പ്രവാചകന്മാരില്ലേ? പേര് പറയാതെ കഥകൾ മാത്രം പറഞ്ഞ പ്രവാചകന്മാരുണ്ടോ? അതുകൊണ്ട് വറസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറസുലൻ ലം നഖസുസുഹും അലൈക വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. സൂറത്തുൽ നിസാഇന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞതാണ്, ഒട്ടനവധി പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ ചിലരുടെ എല്ലാം കഥകൾ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ചിലരുടെയൊന്നും കഥകളൊന്നും അങ്ങേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഖുർആനിൽ പറയപ്പെട്ട ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല കഥയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക. ഇതുവരെ പറയപ്പെട്ടതിൽ ഏറ്റവും നല്ല കഥയാണ് അങ്ങയോട് പറയാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കഥ ആരുടെ കഥയാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ്. വളരെ സുന്ദരമായ, നമുക്കിങ്ങനെ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിക്കാൻ കഴിയുന്ന, വളരെ ഇൻട്രസ്റ്റോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കഥയാണ്, ഒരു ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ. നിൽക്കട്ടെ, ഈ പ്രവാചകന്മാരൊക്കെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? മുഅ്ജിസത്ത് കൊടുക്കാറുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ വെളിവാക്കുന്ന അമാനുഷിക സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് നൽകും. ഈ മുഅ്ജിസത്തിന് ചില കാര്യകാരണങ്ങളുണ്ട്. അതായത് ഒരു പ്രവാചകൻ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മുഅ്ജിസത്ത് ആ പ്രവാചകന് കൊടുക്കുക എന്നതല്ല അള്ളാഹുവിന്റെ രീതി. കാരണം അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. അതുകൊണ്ട് ഒരു മുഅ്ജിസത്ത് പ്രവാചകന് കൊടുക്കുമ്പോൾ ആ മുഅ്ജിസത്ത് കാരണം ഒരു വലിയ സമൂഹത്തിന് യാഥാർത്ഥ്യവും സത്യവും ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരാൻ കാരണമാകുന്ന തരത്തിലുള്ള മുഅ്ജിസത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ വരുന്ന പ്രവാചകന്മാർക്ക് നൽകുക. നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് എന്തായിരുന്നു? 2 മുഅ്ജിസത്തുകളാണ് പ്രധാനമായും ഖുർആനിൽ പറയപ്പെടുന്നത്. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത 2 മുഅ്ജിസത്തുകൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ വടി താഴേക്കിടുമ്പോൾ പാമ്പായി മാറുക. 2, അദ്ദേഹത്തിന്റെ കൈ കക്ഷത്തിലേക്ക് വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പ്രകാശിക്കുന്നതായി മാറുക. ഈ 2 മുഅ്ജിസത്തുകൾ. ഇതെന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത്തരത്തിലൊരു മുഅ്ജിസത്ത് കൊടുത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൂസാ നബി വരുന്ന ആ കാലഘട്ടത്തിൽ ഫറോവ ചക്രവർത്തിമാർ അവരുടെ അധികാരം നിലനിർത്തിയിരുന്നത് ഇത്തരത്തിലുള്ള അത്ഭുതം തോന്നിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്.
അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ശമ്പളം കൊടുത്ത് സാലറി നിശ്ചയിച്ച് നാടിന്റെ 4 മൂലകളിൽ അവരുടെ കിങ്കരന്മാരായ അവരുടെ ആജ്ഞാനുവർത്തികളായ സാഹിര്യങ്ങൾ മായാജാലക്കാർ നാടിന്റെ 4 മൂലകളിലും പ്രവർത്തിക്കുമായിരുന്നു. അവർ ഈ തരത്തിലുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഈ അത്ഭുതങ്ങളൊക്കെ ചക്രവർത്തിയുടെ ദിവ്യത്വമാണ്, ചക്രവർത്തി സൂര്യദേവന്റെ പുത്രനാണ്, ഫിറഔൻ സൂര്യദേവന്റെ പുത്രനാണെന്ന തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും എന്നിട്ട് ആളുകളെ പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിരുന്നത്. അവിടെ നെറുകന്തലയിലേക്ക് അടികൊടുക്കുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ മുഅ്ജിസത്ത് നൽകിയത്. പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ മുഅ്ജിസത്ത് ഫിറഔന് മൂസാ നബി കാണിച്ചു കൊടുത്തപ്പോ ഫിറഔനിന്റെ രാജദർബാറിലുള്ള മന്ത്രിമാരും മറ്റൊക്കെ പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഖുർആൻ പറയുന്നുണ്ട്, ഖാലൽ മലഉ മിൻ ഖൗമി ഫിറഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ. ഫിറഔനെ, ഇവൻ പഠിച്ച സാഹിറാണ് കേട്ടോ. ഇവന്റെ ഉദ്ദേശം അങ്ങയെയും അങ്ങയുടെ ആളുകളെയും കുടുംബത്തെയും രാജഭ്രഷ്ടരാക്കിക്കൊണ്ട്, അധികാരഭ്രഷ്ടരാക്കിക്കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഇവന്റെയും ഇവന്റെ സഹോദരന്റെയും ഉദ്ദേശം. അർജിഹ് വഅഖാ വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ യഅതൂക ബികുല്ലി സാഹിരിൻ അലീം. അതുകൊണ്ട് എറിഞ്ഞാട്ടുക ഇവനെയും ഇവന്റെ സഹോദരനെയും. ഇവൻ ഈ അത്ഭുത വിദ്യയുമായി ആളുകളെ സ്വാധീനിക്കുന്നതിന്റെ മുന്നേ അങ്ങയുടെ സാഹിര്യങ്ങൾ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് അങ്ങ് എന്ത് ചെയ്യുക? ഇവനുമായി ഒരു മത്സരം നടത്തുക. അങ്ങനെ ഇവൻ തോറ്റുപോട്ടെ, ഇവന്റെ സാധ്യതകൾ അവിടെ അടഞ്ഞു പോട്ടെ. ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പണ്ഡിതന്മാരോടല്ല, സാധാരണക്കാരോട്, എന്നെ പോലുള്ള സാധാരണക്കാരോടാണ് ചോദിക്കുന്നത്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ മുഅ്ജിസത്ത് പ്രകാരം മുഖേന ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആരായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? വളരെ സിമ്പിളാണ്. ആര്? ഹാസിബോ? ആസിയ ബീവിയോ? ആസിയ ബീവി എനിക്ക് തോന്നുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് മുന്നേ അല്ലെ മുവഹിദായിരുന്നു അല്ലെ? മജീഷ്യൻസ് അവരാണ് അല്ലെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായി മത്സരം നടത്തി. ആ മത്സരത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാഥാർത്ഥ്യം, അവരുടെ മായാജാലങ്ങൾ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. എന്തുണ്ടായി ആ സമയത്ത്? വഉൽഖിയ അസ്സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. സാഹിരീങ്ങൾ അതാ സുജൂദിലേക്ക് വീഴുകയാണ്. അവർ പറയുകയാണ്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും ഏതൊരു രക്ഷിതാവിനെ കുറിച്ചാണോ പരിചയപ്പെടുത്തി തരുന്നത്, ആ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി, എന്തുകൊണ്ടായിരിക്കും സാഹിര്യങ്ങൾ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടാവുക? ഫിറഔൻ ഇത് കാണുന്നുണ്ട്, ഫിറഔന്റെ അധികാരികൾ കാണുന്നുണ്ട്, വേറെ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട്. പക്ഷെ ആദ്യം ഇത് കണ്ടപ്പോ സുജൂദിലേക്ക് വീണത് ആരാണ് എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവർ ആദ്യം വിശ്വസിക്കാൻ കാരണമായിട്ടുണ്ടാവുക എന്നൊന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അത് മായാജാലമല്ലെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്? സിമ്പിൾ. മായാജാലം എന്താണെന്ന് അവർക്കറിയാം. മായാജാലം എന്താണ് എന്ന് അവർക്കറിയാം. ആ അറിവുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത് മായാജാലമല്ല, ഒരു കൺകെട്ട് വിദ്യയല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചത്. ഇതാണ് അറിവും മുഅ്ജിസത്തും തമ്മിലുള്ള ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഖുർആനും ഹദീസും, അതിന്റെ ശ്രേണിയിൽ ഒന്നാമത്തത് ഖുർആനും ഹദീസും തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അറിവിന്റെ പട്ടികയിൽ സകലതും വരും, എല്ലാം വരും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ചുള്ള പഠനം, ഗോളശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം, ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ ഭൂമിയെ കുറിച്ചുള്ള, സമുദ്രത്തെ കുറിച്ചുള്ള, ജീവജാലങ്ങളെ കുറിച്ചുള്ള, സസ്യലതാദികളെ കുറിച്ചുള്ള, ഇൻസെക്ട്സിനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള പഠനങ്ങളും ഇതിൽ വരും. എത്രത്തോളം മനുഷ്യൻ അറിവിന്റെ ആഴിയിലേക്ക് ഊളിയിട്ടിറങ്ങുന്നുവോ അത്രത്തോളം പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. എന്നാണ് അല്ലാഹു പറയുന്നത്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ മഹാപ്രപഞ്ചത്തിൽ നാം ദൃഷ്ടാന്തത്തെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അവരുടെ സ്വന്തങ്ങളിലും ദൃഷ്ടാന്തങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതുവരെ? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകുന്നത് വരെ, ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന ആ വലിയ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയുന്നത് വരെ അവരുടെ സ്വന്തത്തിലും ഈ മഹാപ്രപഞ്ചത്തിലും അത്ഭുതങ്ങൾ വെളിവായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ ഈ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവേണ്ടതുണ്ട്? അറിവുണ്ടാകേണ്ടതുണ്ട്, ഇൽമുണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകൾ രണ്ട് തരത്തിലുള്ള മുഅ്ജിസത്തുകളാണ്. ഒന്ന്, പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ അവിടുന്ന് അഭിസംബോധന ചെയ്ത പ്രബോധിത സമുദായത്തിന് ഖാസായിട്ടുള്ള, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. അത് ഇന്ന് നമുക്ക് കാണാൻ കഴിയൂല. അതിനൊന്നാണ് ചന്ദ്രൻ പുലർത്തപ്പെടുക എന്നത്. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പുലർത്തപ്പെട്ടിരിക്കുന്നു, ഖുർആൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മരം വന്ന് ഷഹാദത്ത് ചൊല്ലിയതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. 10 പേർക്ക് മാത്രം കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം 1000-ഓളം ആളുകൾ കഴിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണൽ വാരി എറിഞ്ഞ് ഒരുപാട് യോദ്ധാക്കളുടെ കൺമുന്നിലൂടെ രക്ഷപ്പെട്ടു പോയ സംഗതികൾ പരിശുദ്ധ ഖുർആനിലടക്കം അതിന്റെ തഫ്സീറിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ അത്ഭുതങ്ങൾ. ഇതെല്ലാം ആ കാലഘട്ടത്തിലേക്ക് പ്രത്യേകിച്ചുള്ളത്. അതൊന്നും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല, അത് ഇന്ന് നമുക്ക് ദർശിക്കാനും കഴിയില്ല. രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക്, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെയോ 7-ാം നൂറ്റാണ്ടിലെയോ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ടതല്ല. മറിച്ച് അല്ലാഹു പറഞ്ഞ എന്താണ്? സൂറത്തുൽ ഹിജ്റിലൂടെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ദിക്റിനെ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പേരുകൾ ഖുർആനിന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പേരാണ് ദിക്ർ എന്നത്, ദൈവിക സ്മരണ എന്നത്. ഈ ദിക്ർ അവതരിപ്പിച്ചത് നാമാണ്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഏത് കാലം വരെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ, ഏത് കാലം വരെ മനുഷ്യന്റെ നാഗരികത നിലനിൽക്കുന്നുവോ, ഏത് കാലം വരെ മനുഷ്യന്റെ വായന നിലനിൽക്കുന്നുവോ, ഏത് കാലം വരെ ഇവിടെ മതവും സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിലനിൽക്കുന്നുവോ, ആ കാലം വരെ അള്ളാഹുവിന്റെ കലാം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാലം വരെ പരിശുദ്ധ ഖുർആനിന്റെ ലിപികൾക്ക് മാറ്റം വരാതെ, ഹർഫുകൾക്ക് മാറ്റം വരാതെ, വാക്കുകൾക്ക് മാറ്റം വരാതെ, ആശയങ്ങൾക്ക് മാറ്റം വരാതെ ഇവിടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രൊട്ടക്ഷന് വേണ്ടി തെരഞ്ഞെടുത്തത് ഈ ലോകത്ത് ഏറ്റവും അത്ഭുതകരമായ അള്ളാഹുവിന്റെ പടപ്പാണ്, ഏറ്റവും അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും അത്ഭുതകരമായ റബ്ബിന്റെ സൃഷ്ടി ഏതാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ്? മനുഷ്യനോ? മനുഷ്യൻ എന്ന് പറയും. ഖുർആനാണ്. ഖുർആൻ സൃഷ്ടിയല്ല. ഖുർആൻ വലിയ വിവാദം ഉണ്ടാക്കിയ ഖുർആൻ സൃഷ്ടിയല്ല. ഖുർആൻ സൃഷ്ടി എന്ന് പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതകരമായി നിലനിൽക്കുന്നത് എന്താണ്? മനുഷ്യനാണ്. മനുഷ്യനിൽ എന്താണ്? അവന്റെ തലച്ചോറാണ്, അല്ലെ? മനുഷ്യന്റെ തലച്ചോറാണ് ഏറ്റവും അത്ഭുതകരമായ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഏറ്റവും ലോകത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെ സാങ്കേതികതകൾ, ഇതെല്ലാം ഉത്ഭവിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്നാണ്. നിങ്ങളൊരു 100 കൊല്ലം മുമ്പുള്ള തേനീച്ചക്കൂടും ഇന്നത്തെ തേനീച്ചക്കൂടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരു 200 കൊല്ലം മുമ്പുള്ള കാക്കക്കൂടും ഇന്നത്തെ കാക്കക്കൂടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഒരു 100 കൊല്ലം മുമ്പ് നടന്നിരുന്ന പട്ടിക്കും പൂച്ചക്കും കാക്കക്കും കഴുതക്കും കുതിരക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? മനുഷ്യൻ അങ്ങനെയാണോ? ഇന്ന് നമ്മൾ കാണുന്നു, ഒരു 10 വർഷം കഴിഞ്ഞാൽ അവൻ എന്തോരം മാറുന്നു. അവന്റെ വീട്, അവന്റെ താമസിക്കുന്ന സ്ഥലം, അവന്റെ യാത്രാ സാമഗ്രികൾ, അവന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ഇതെല്ലാം ഓരോ വർഷവും പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് അതിശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇതേ തലച്ചോറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു അക്ബർ.
അത് തന്നെ ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നിങ്ങളിപ്പോ നമ്മുടെ കൂട്ടത്തിൽ ചെറിയ പ്രായമുള്ള മക്കളുണ്ടല്ലോ, ആ ചെറിയ പ്രായമുള്ള മക്കൾക്ക് നിങ്ങൾ ഓതി കൊടുക്കുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബാക്കി അവർ ഓതിത്തരും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പ്രത്യേകിച്ച് അൽഫിത്രൊക്കെ വന്നതോടുകൂടി നമ്മളെ പോലും കവച്ചു വെക്കുന്ന രൂപത്തിൽ അവർ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, സിഫത്തുകളും അതുപോലെ തന്നെ തജ്വീദുകളും കൃത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങി. ചെറിയ മക്കൾക്ക് പോലും അറിയാം. ഈ കൂട്ടത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു വലിയ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ നമ്മൾ ഇതിൽ ഫാത്തിഹ അറിയാത്ത ഒരു മുസ്ലിം കൈപൊക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാധ്യത കുറവായിരിക്കും അതിൽ നിന്ന് ഒരാൾ കൈപൊക്കുക എന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ സഹോദര സമുദായങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സമുദായത്തിൽ നമ്മൾ ഇങ്ങനെ ആ വലിയ സദസ്സിൽ നിന്നിട്ട് ഹിരണ്യഗർഭഃ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പരിദേകാസിച്ച് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാവും? ആ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാവും? ആ ശ്ലോകം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നവർ കൈവൊക്കുക എന്ന് പറയുമ്പോ അപൂർവങ്ങളിൽ അപൂർവം ആളുകൾക്ക് മാത്രമേ കൈവൊക്കാൻ കഴിയുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവം ആളുകൾക്ക് മാത്രമേ ആ ശ്ലോകം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവരുടെ മതഗ്രന്ഥങ്ങൾ അത്രത്തോളം ആ മതഗ്രന്ഥങ്ങളുമായി അവർക്ക് അടുപ്പമില്ല. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും പ്രശസ്തമായ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ വചനം പൂർത്തീകരിക്കാൻ പറ്റുന്ന സാധാരണക്കാർ എത്ര ഉണ്ടാവും? എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ എത്ര വചനങ്ങളാണ് നമുക്കറിയുക? നമ്മളൊക്കെ ഹാഫിദീങ്ങളാണ്. നമ്മളൊക്കെ പരിശുദ്ധ ഖുർആൻ ഭാഗികമായെങ്കിലും ഹാഫിദീങ്ങളാണ്. നമ്മളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെയും നിങ്ങളുടെയും തലച്ചോറുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിച്ചു പോരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ എന്ന ഈ മുഅ്ജിസത്തുണ്ടല്ലോ, ഈ മുഅ്ജിസത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നത് നമ്മുടെ തലച്ചോറുകളിലൂടെയാണ്, നമ്മുടെ മനസ്സുകളിലൂടെയാണ്. അതെന്നെന്നും നിലനിൽക്കും. എന്നാൽ ആ പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം മാത്രമാണോ അതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്, അതിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ഖുർആൻ അവതരിക്കുന്ന കാലത്തിൽ മുഅല്ലഖ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഏതാനും കവികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ആ കവികൾ രചിക്കുന്ന കവിതകൾ കഅബാലയത്തിൽ തൂക്കിയിട്ടിരുന്നു. അതിനെ വെല്ലുന്ന കവിതകൾ ആ നാട്ടിൽ വേറെ ഉണ്ടാകുമായിരുന്നില്ല. അത്രത്തോളം അഗ്രഗണ്യരായ കവികൾ എഴുതിയിരുന്ന കവിതകൾ അവിടെ എഴുതി തൂക്കിയിരുന്നു. ഒരിക്കൽ സഹാബത്ത് പരിശുദ്ധ ഖുർആന്റെ ചെറിയ സൂറത്ത് അവതരിച്ചപ്പോ, ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന അഅ്തൈനകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന വളരെ കുഞ്ഞു സൂറത്ത് അവതരിച്ചപ്പോ സ്വഹാബിമാർ എന്ത് ചെയ്തു? ഈ സൂറത്ത് കഅബാലയത്തിൽ കൊണ്ടുവന്ന് തൂക്കി. അക്കാലത്തെ കവിതകൾ നിരൂപണം നടത്തുന്ന ഒരു വലിയ സാഹിത്യ തറവാട്ടിലെ അധികായൻ എന്ന് പറയാൻ പറ്റുന്ന ലബീദ് ഇബ്നു റബീഅ ഇത് കേട്ടിട്ട് അതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഓടിപ്പിടിച്ച് തത്രപ്പാട് പിടിച്ചുകൊണ്ട് കഅബയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കഅബയുടെ അടുത്ത് തൂക്കി വെച്ച ഒരുപാട് കവിതകൾക്ക് നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ഒരു വട്ടം വായിച്ചു അയാൾ, രണ്ടാമത്തെ വട്ടവും വായിച്ചു അയാൾ, മൂന്നാമത്തെ വട്ടവും വായിച്ചു അയാൾ ആകെ നാണം കെട്ടു, ഒന്നുമല്ലാതെയായി. പരിഹസിക്കാവുന്ന അയാളുടെ നാവ് അയാളുടെ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ ആ കുഞ്ഞു സൂറത്ത് അയാളെ അത്ഭുതപ്പെടുത്തി. അയാളുടെ മനസ്സ് അയാളോട് പറഞ്ഞു, അല്ല, ഇതൊരിക്കലും മുഹമ്മദിന്റെ രചനയല്ല, ഇതൊരിക്കലും ഒരു മനുഷ്യന്റെ രചനയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു രചന നടത്താൻ ഒരിക്കലും സാധ്യമല്ല. മീമെന്ന അക്ഷരമില്ലാതെ സുന്ദരമായ ആശയത്തെ ആഖ്യാനിച്ചുകൊണ്ട് ഇത്രയും ചെറിയ വരികളിൽ ഇത്ര വലിയ ആശയ സമ്പുഷ്ടത സ്വാംശീകരിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ആ മനുഷ്യൻ അവിടെ കിടന്നുരുകി. അവിടെ കിടന്ന ആ മനുഷ്യൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ലബീദ് ഇബ്നു റബീഅ എന്ന അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ അധികായനായ മനുഷ്യന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത് കുഞ്ഞു സൂറത്താണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചത്? കവിതകളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ്, കവിതകളുടെ ഘടനയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ്. ആ കവിതകൾ എപ്പോഴാണ് അത്ഭുതവും മാസ്മരികവും അമാനുഷികവുമായി മാറുക എന്ന നിയമത്തെ കുറിച്ച് ലബീദ് ഇബ്നു റബീഅക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന വചനം ലബീദ് ഇബ്നു റബീഅയെ അത്ഭുതപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മെ പരിശുദ്ധ ഖുർആൻ അത്ഭുതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറബി ഭാഷ അറിയേണ്ടതുണ്ട്.
അറബി മനസ്സിലാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ ആ വചനങ്ങൾ ഹൃദയത്തിലേക്ക് തറക്കണമെന്നുണ്ടെങ്കിൽ ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് തീർച്ചയായും നാം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മെ സ്വാധീനിക്കുകയുള്ളൂ. അങ്ങനെ എത്ര പേരെയാണ് പരിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചിട്ടുള്ളത്? ഇനി അറബി അറിയാത്തവരെ ഖുർആൻ സ്വാധീനിച്ചിട്ടില്ലേ? തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. എത്രയോ മനുഷ്യർ UK-യിലെ ലണ്ടനിൽ ജീവിക്കുന്ന ലാന എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്, അവൾ എന്തെന്നില്ലാത്ത ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു, ഒരുപാട് സൈക്യാട്രിസ്റ്റ് അടുത്ത് പോയി, ഒരുപാട് കൗൺസിലിംഗ് നടത്തി, ഒരുപാട് ഡ്രഗ്സ് ഉപയോഗിച്ചു. എന്നിട്ടൊന്നും സമാധാനം കിട്ടുന്നില്ല. ജീവിതം ശൂന്യമായിട്ടാണ് തോന്നുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. അങ്ങനെയാണ് യാദൃച്ഛികമായി വളരെ തകർന്നു നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ഒരു വട്ടം സഞ്ചരിക്കുന്നത്. ഖുർആനിന്റെ ഒരുപാട് അധ്യായങ്ങൾ കഴിഞ്ഞു. അവസാനം ഖുർആനിലെ والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى എന്ന വചനത്തിലേക്ക് ആ പെൺകുട്ടി എത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ വിഷാദം അനുഭവിച്ചിട്ടുണ്ട്. തന്റെ ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായ ആദിയും വ്യാധിയും അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മനസ്സിനെ തലോടുന്നതിന് വേണ്ടി, അള്ളാന്റെ റസൂലിന്റെ മുറിവേറ്റ വേദനയെ ഉണക്കുന്നതിന് വേണ്ടി ഇറക്കിയ വചനങ്ങളാണ് മാ വദ്ദഅക വദ്ദുഹാ, പൂർവാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി അത് ശാന്തമാകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. വല്ലാത്ത വചനമാണ്, വല്ലാത്ത ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയാൻ, ഒരിക്കലും അങ്ങയുടെ റബ്ബ് വിട്ടു കളഞ്ഞിട്ടില്ല കേട്ടോ, ഒരിക്കലും അങ്ങയുടെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഈ വേദനകളെല്ലാം അവസാനിക്കുന്ന ഒരു പരലോക ജീവിതം വരാനുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം തീരുന്ന ഒരു വിജയം റസൂലെ അങ്ങയ്ക്ക് വരാനുണ്ട്. വാരിക്കോരി നൽകപ്പെടുന്നതാണ്, അപ്പോൾ അന്ന് അങ്ങ് തൃപ്തിപ്പെടുന്നതാണ് എന്നൊക്കെയുള്ള ഈ വചനങ്ങൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചു, എന്തെന്നില്ലാത്ത സ്വാധീനിച്ചു. ഒരുപാട് സൈക്യാട്രിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും നൽകാൻ കഴിയാത്ത വിഷാദ രോഗത്തിൽ നിന്നുള്ള മുക്തി അമുസ്ലിമായ പെൺകുട്ടിക്ക് നൽകിയത് ഈ ഏതാനും ആയത്തുകൾ മാത്രമാണ്, ഏതാനും വചനങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആന്റെ ശക്തിയും അതിന്റെ അത്ഭുതവും മാസ്മരികതയും ഒന്നും അവിടം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വാട്സപ്പിലേക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു. ഒരു ദിവസം വാട്സപ്പ് തുറന്നു നോക്കുമ്പോ ഒരു നീണ്ട ടെക്സ്റ്റ് മെസ്സേജാണ്. ഒരുപാട് വായിക്കാൻ, എനിക്ക് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് വായിക്കാണ്ടാവും, അത്രയും കുറെ. അവളുടെ ജീവിതത്തിലെ ഹിസ്റ്ററി വിവരിക്കാൻ, അവളുടെ ജീവിതത്തിൽ ഇന്നലകൾ ഉണ്ടായ ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് അവൾ പറയാണ്, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് എഴുതുന്നത് തന്നെ നിങ്ങളുടെ സംസാരങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ഇതൊന്ന് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അത് ഉപകാരപ്പെടട്ടെ. പെൺകുട്ടി പറയണ, എത്രയോ തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, എത്രയോ തവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ റബ്ബ് എന്നെ അതിന് അനുവദിച്ചില്ല. അവൻ എന്നോട് കരുണ കാണിച്ചു, അവൻ എന്നോട് ദയ കാണിച്ചു. ആത്മഹത്യയിൽ നിന്ന്, നരകത്തിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചു. എന്റെ ഈ ഡിപ്രഷനിൽ നിന്ന്, ഈ വിഷാദ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവലംബിച്ചു, ഒരുപാട് സൈക്കോളജി ഗ്രന്ഥങ്ങൾ അവലംബിച്ചു, ഒരുപാട് സംഗതികൾ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്കൊന്നും വർക്കൗട്ട് ആയില്ല. അവസാനം ഒരാൾ എന്നോട് ഖുർആൻ പറഞ്ഞു തന്നു. ഇത് ഞാൻ മുമ്പേ കേൾക്കുന്നതാണ്. ഖുർആൻ ഒരുപാട് വേദനകൾക്കുള്ള പരിഹാരമാണ്, ഒരുപാട് പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ്. ഞാനത് കാര്യമാക്കില്ല, കാരണം എല്ലാ മതങ്ങളും പറയും അതിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ വേദനകൾ മാറും, പ്രയാസങ്ങൾ മാറും. ഞാൻ അങ്ങനെ ഒരു പറച്ചിൽ മാത്രമായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ എല്ലാം അവസാനിച്ചപ്പോ, എല്ലാ വാതിലുകളും അടഞ്ഞപ്പോ, അവസാനത്തെ ഒരു ശ്രമമെന്നോണം പരിശുദ്ധ ഖുർആൻ ഞാൻ തെരഞ്ഞെടുത്തു. ഖുർആൻ ഞാൻ വായിക്കാൻ തുടങ്ങി. ഫാത്തിഹ വായിച്ചു, അതിന്റെ അർത്ഥം വായിച്ചു. ബഖറ വായിച്ചു, അതും കഴിഞ്ഞു. ആല ഇമ്രാൻ വായിച്ചു, അതും കഴിഞ്ഞു. നിസാ വായിച്ചു, അതും കഴിഞ്ഞു. എനിക്ക് മനം മടുക്കാൻ തുടങ്ങി. കാരണം ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. എന്റെ വിഷാദ രോഗത്തിന്, എന്റെ മാനസിക പ്രയാസത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ കഴിഞ്ഞ് അവസാനത്തെ ജുസൂലെത്തി. അമ്മയത്തസാലുൻ, സൂറത്തുൻ നബ കഴിഞ്ഞു, നാസിയാത്ത് കഴിഞ്ഞു, അബസ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏതായാലും തുടങ്ങിയതല്ലേ, അവസാനം വരെ വായിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ ആ ഖുർആന്റെ വചനങ്ങൾ, ആ ഖുർആന്റെ അധ്യായത്തിലൂടെ സഞ്ചരിച്ചു. അവസാനം ഒരധ്യായത്തിലെത്തിയപ്പോ അൽഹാക്കുമുത്തകാസുർ,
ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന ആ ഒരു സൂറത്തിലെത്തിയപ്പോ ഒരു രാവിലെയോ മറ്റോ ആണ് ഞാനത് വായിക്കുന്നത്. അത് വായിച്ചതോടുകൂടി എന്റെ കണ്ണ് നിറയാൻ തുടങ്ങി, എന്റെ മനസ്സ് വല്ലാതെ പടയാൻ തുടങ്ങി. ഞാൻ അതിന് അടിമപ്പെട്ടു പോയതുപോലെ, ഞാൻ അതിന് കീഴ്പ്പെട്ടു പോയതുപോലെ ഞാൻ വല്ലാതെ അതിന്റെ മുന്നിലിരുന്ന് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. ആ കരച്ചിൽ യഥാർത്ഥത്തിൽ ഞാൻ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു അടിമത്തത്തിന്റെ ഒരു ചങ്ങലയിൽ നിന്നുള്ള മോചനമായിരുന്നു യഥാർത്ഥത്തിൽ. ആ കരച്ചിലോടുകൂടി, ആ ഒരു അനുഭവത്തോടുകൂടി എന്റെ ജീവിതത്തിൽ വിഷാദരോഗം മങ്ങി വന്നു. ഇന്ന് എന്റെ ജീവിതത്തിൽ വിഷാദരോഗം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അൽഹാക്കുമുത്ത തകാസുർ എന്നൊരു വചനം, ഹത്താ സുർത്തുമുൽ മഖാബിർ ഇങ്ങനെയൊരു വചനം എങ്ങനെയാണ് ഒരാളുടെ വിഷാദരോഗം മാറ്റുക? അതിന്റെ അർത്ഥം എന്താണ്? അൽഹാക്കുമുത്ത തകാസുർ, നിങ്ങൾ പരസ്പരം പെരുമ നടിക്കലിൽ വ്യാപൃതരായിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ കബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഈ പെരുമ നടിക്കലൊക്കെയുള്ളൂ. ഇതാണ് അതിന്റെ അർത്ഥം. എന്തായിരിക്കും ആ പെൺകുട്ടിയെ ഈ ആയത്ത് അത്രമാത്രം സ്വാധീനിക്കാൻ കാരണമായിട്ടുണ്ടാവുക? ഇത് ഖുർആനിന്റെ അത്ഭുതമാണ്. ഖുർആൻ ആയത്തുകൾ ആളുകളോട് സംസാരിക്കുക, ആ ആളുകളുടെ മനസ്സേത് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണോ പരിഹാരം തേടുന്നത്, ആ പോയിന്റിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കും. നിങ്ങൾക്കറിയോ, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. അർത്ഥം എടുത്ത് നോക്ക്. ഈ ആയത്ത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇസ്ലാം സ്വീകരിച്ചത്. എന്താ അതിന് മാത്രം ഉള്ളത്? അതിന് മാത്രം എന്താ ഉള്ളത്? ഈ ഖുർആൻ ഞാൻ അവതരിപ്പിച്ചത് അങ്ങയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ, ഭൂമിയെയും ഉന്നതമായ ആകാശങ്ങളെയും പടച്ച റബ്ബാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിൽ അത്ഭുതം ഖുർആൻ മാത്രം എന്താണുള്ളത്? അതിന്റെ പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആയത്തിൽ സ്വാധീനിക്കാൻ അതിന്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയാണ് കേട്ടത്. അവിടെ ഉമറിന്റെ ഹൃദയത്തെ ഹഠാത് ആകർഷിച്ചത് ഖുർആനിന്റെ സുന്ദരമായ വരികളും സുന്ദരമായ പാരായണവുമാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, അബൂജഹലൊക്കെ പറയുന്നത് പോലെ വല്ലാത്തൊരു കവിയാണ് ഇയാൾ. ഇയാളുടെ കവിതക്ക് മുന്നിൽ മക്കയിൽ വേറെ ആർക്കും പിടിച്ചിക്കാൻ കഴിയൂല. വമാ ഹുവ ബിഖൗലി ശാഇർ, അടുത്ത ആയത്താണ്. നിങ്ങൾ വിചാരിക്കുന്ന കവിയൊന്നുമല്ല, ഇതൊരു കവിതയുമല്ല, മുഹമ്മദ് ഒരു കവിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ ഉമർ അത്ഭുതപ്പെട്ടു. ഇനിയിപ്പോ മക്കക്കാര് പറയുന്നത് പോലെ ഇയാൾ ഒരു കാഹിനാണ്, ഇയാളൊരു ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ഒരു സാഹിറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നവനാണ്. വമാ ഹുവ ബിഖൗലി കാഹിൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇയാളൊരു കാഹിനോ അല്ല, ഇയാളൊരു തട്ടിപ്പുകാരനോ, ഇയാളൊരു ജ്യോത്സ്യനോ ഒന്നുമല്ല, ഭാവി പ്രവചകരക്കാരനോ കൈനോട്ടക്കാരനോ ഒന്നുമല്ല. ഉമർ ചിന്തിച്ചു, പിന്നെ ഇതെന്താണ്? ഈ മനുഷ്യൻ ഈ പാരായണം ചെയ്യുന്ന ഏത് ഹൃദയത്തെയും ഞൊടിയിട കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഈ വചനങ്ങൾ എന്താണ്? അടുത്ത ആയത്ത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അടുത്ത ആയത്താണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന്റെ അവതീർണമാണിത്. ഇതുകൂടി കേട്ടപ്പോ ഉമറിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഇനി ഞാനിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും മുഹമ്മദിന്റെ സുഹറിൽ പെട്ടുപോകും, ഞാനും മുഹമ്മദിന്റെ അത്ഭുതത്തിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ് ഉമർ അവിടുന്ന് തടി എടുത്തതാണ്. അതിനുശേഷം ഉമറിന്റെ മനസ്സ് സംഘട്ടനത്തിലായിരുന്നു. ഉമറിന്റെ മനസ്സിന് സമാധാനമില്ല, ഉമറിന്റെ മനസ്സ് സംഘട്ടനത്തിലായിരുന്നു. ഈ വചനങ്ങൾ ഉമറിന്റെ ഉറക്കം കെടുത്തി, ഉമറിന്റെ ജീവിതത്തിലെ സമാധാനം കെടുത്തി. ആ സമയത്താണ് നഈം ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ ഉമറിന്റെ വീട്ടിലെ ഇസ്ലാം സ്വീകരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് പോകുന്നത്, തന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് അമ്മാർ റളിയല്ലാഹു അൻഹു തന്റെ പെങ്ങൾക്കും അളിയനും ഈ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗം കാണുന്നതും, ഉമർ റളിയല്ലാഹു അൻഹു ചില സീരക്ക് അവിടെ ഉണ്ടാക്കുന്നതും, എന്നിട്ട് അവസാനം ഈ വചനങ്ങൾ ഓതി കേൾക്കുന്നതും അവിടെ വെച്ചാണ്. ആ ആയത്ത് ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു ആയത്ത് നിങ്ങൾ നോക്കി നോക്ക്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ലോ അല്ല.
ഇല്ലാത്ത ദിക്റത്തൻ ലിമൻ യഖ്ഷാ, പേടിക്കുന്ന ആളുകൾക്ക്, ഭയപ്പെടുന്ന ആളുകൾക്ക് ഒരു ഓർമ്മ മാത്രമായിട്ടാണ് പരിശുദ്ധ ഖുർആന്റെ അവതീർണം ഉണ്ടാകുന്നത്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ, ഉന്നതമായ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച റബ്ബാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞു. ഉമർ പൂർണ്ണമായും കീഴ്പ്പെട്ടു. ഉമറിന്റെ മനസ്സിലെ സംഘട്ടനം അവിടെ അവസാനിച്ചു. ഇരുട്ടും വെളിച്ചവും തമ്മിൽ സംഘട്ടനം നടത്തുകയായിരുന്നു ഉമറിന്റെ മനസ്സിൽ, പോരാടുകയായിരുന്നു ഉമറിന്റെ മനസ്സിൽ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളോടുകൂടി വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തി, ഹിദായത്ത് ദ്വലാലത്തിനെ കീഴ്പ്പെടുത്തി, വെളിച്ചം അന്ധകാരത്തെ കീഴ്പ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു അർക്കബിന്റെ വീട്ടിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തു, സാക്ഷ്യം വഹിച്ചു, മുസ്ലിമായി. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. 10 ആൾ ഒരേ ആയത്ത് പാരായണം ചെയ്താൽ ഈ ഒരൊറ്റ ആയത്ത് 10 ആളുകളോടും വ്യത്യസ്ത ആംഗിളിൽ സംസാരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. ഞാനൊരു വട്ടം ഒരു ഖുതുബയിൽ സൂറത്തുൽ ഹദീദിന്റെ അവസാനത്തൊരു ഭാഗമുണ്ട്, സൂറത്തുൽ ഹദീദിന്റെ ലാസ്റ്റത്തെ ഒരു ഭാഗം, ആ ഒരു സാധാരണ പരലോകത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമാണത്. ആ ഭാഗം ഓതിയിട്ട് ഞാൻ ഈ ഖുതുബയിൽ ഇത് വിശദീകരിച്ചു. ആ ഭാഗം എങ്ങനെയാണ്? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറാ ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്. അതായത് മഅ്ശറയിൽ മുഅ്മിനീങ്ങളുടെ പ്രകാശത്തിന് വേണ്ടിയിട്ട് മുനാഫിക്കുകൾ ആവശ്യപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയും, മുനാഫിക്കുകൾ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രകാശം നോക്കിക്കോ, മുഅ്മിനീങ്ങളുടെ പ്രകാശം നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഈ മുനാഫിക്കുകൾ അവരെ വിളിക്കുന്നുണ്ട്. ആ പിറകിൽ നിന്നുകൊണ്ട് അള്ളാഹു റഹ്മത്തിന്റെ വാതിൽ കൊണ്ട് മുഅ്മിനീങ്ങൾക്കും മുനാഫികൾക്കും ഇടയിൽ മറയുണ്ടാക്കിയപ്പോ ആ വാതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് മുനാഫിക്കുകൾ വിളിക്കുന്നുണ്ട്. എന്തറിയോ? യുനാദൂനഹും, അവരവരെ വിളിക്കാൻ, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായവരല്ലേ? ഖാലു, മുഅ്മിനീങ്ങൾ മറുപടി പറയുകയാണ്, വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഫിത്നയിലാക്കി കളഞ്ഞു. വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി, നിങ്ങൾ സംശയിച്ചു, വ്യാമോഹിച്ചു, ഊഹിച്ചു, നിങ്ങളുടെ ഊഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാഅ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഈ ആയത്ത് പിന്നെ മാശറയിൽ നടക്കുന്ന ചില സംഭാഷണങ്ങൾ എന്ന വിഷയത്തിലാണ് ഖുതുബയിൽ ഞാനിത് വിശദീകരിച്ചത്. ഖുതുബ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൻ ആളുകളൊക്കെ ഒന്ന് ഒഴിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ കാത്തിക്കാണ്. കഴിഞ്ഞതിന് ശേഷം, ആളുകളൊക്കെ പോയതിനു ശേഷം അവൻ കൈ തന്ന് സലാം പറഞ്ഞു. അവനക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരുവിധം കരച്ചിൽ നിർത്തിയതിനു ശേഷം അവൻ പറഞ്ഞു, ഇന്ന് ഈ പള്ളിയിൽ എന്നെ എത്തിച്ചത് അല്ലാഹുവാണ്, പടച്ചവനാണ് ഈ പള്ളിയിൽ ഇന്ന് എന്നെ എത്തിച്ചത്. കാരണം ഞാൻ ഈ പള്ളിയിലേക്ക് വുളൂ ചെയ്തുകൊണ്ട് കയറുന്നത് വരെ, നിങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുന്നത് വരെ എന്റെ മനസ്സ് മുഴുവൻ സംശയങ്ങളായിരുന്നു, മുഴുവൻ സംശയങ്ങളായിരുന്നു. സ്വർഗമുണ്ടോ, നരകമുണ്ടോ, മാശറയുണ്ടോ? ഞാൻ സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കില്ല. ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. അള്ളാഹുവിന് വേണ്ടി ഇതൊക്കെ ഒഴിവാക്കുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിൽ വല്ലാത്ത സംശയം. ഇബ്ലീസ് എന്റെ മനസ്സിനെ സംശയങ്ങൾ കൊണ്ട് നിബിഡമാക്കിയിരിക്കുന്നു. അസ്വസ്ഥനായിരുന്നു ഞാൻ. എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നൊരവസ്ഥയിലാണ് യാദൃച്ഛികമായി, തേടി വന്നതൊന്നുമല്ല ഞാൻ ഈ പള്ളി, പക്ഷെ യാദൃച്ഛികമായി ഞാൻ ഇവിടെ എത്തുന്നത്. അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി. അത് എന്നോട് പടച്ചോൻ പറയാൻ പറഞ്ഞതാണ്. എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, എന്റെ മനസ്സിൽ ഈ ഉണ്ടാക്കിയ സംശയങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, എന്റെ മനസ്സിലുള്ള ഈ ദുശ്ചിന്തകൾ വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ട് പടച്ച റബ്ബാണ് ഈ ആയത്ത് പാരായണം ചെയ്യാനും ഇന്നത്തെ ഈ ഖുതുബയിൽ ഇത് വിശദീകരിക്കാനും നിങ്ങളോട് പറഞ്ഞത്. പടച്ച റബ്ബാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എന്റെ മനസ്സിൽ സംശയങ്ങളില്ല, ഇനി എന്റെ മനസ്സിൽ ഊഹങ്ങളില്ല, ഇനി എന്റെ ഈമാനൊരു തകരാറുമില്ല എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരലോകത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സംഗതി, എങ്ങനെയാണ് പരലോകത്തെ പോലും സംശയിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അത്രയും വലിയ ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതാണ് ഖുർആൻ. അത് അനുഭവിച്ച് തന്നെ അറിയണം, അത് ആസ്വദിച്ച് തന്നെ അറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി നാം അടുക്കണം.
ഖുർആനുമായി ആത്മബന്ധം ഉണ്ടാവണം. അതിന് പറ്റിയ ഏറ്റവും നല്ല മാസമാണ് ഈ മാസം, പരിശുദ്ധമായ റമദാൻ മാസം. ഖുർആനുമായി അടുക്കാൻ, ഖുർആനുമായി ഈ അടുപ്പം ഉണ്ടാക്കാൻ, ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാക്കാൻ. ചില ചെറുപ്പക്കാരൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. നാട്ടിലൊക്കെ നല്ല ഖിറാഅത്ത് തേടിക്കൊണ്ട് അവരങ്ങനെ പോവാൻ. എന്തുകൊണ്ടാണത്? അത് പാട്ട് കേട്ട് ആസ്വദിക്കാനൊരു മനസ്സുകൊണ്ടല്ല, തറാവീഹിൽ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ നിൽക്കാനുള്ള ആ ഒരു കൊതിയും ആഗ്രഹവും കൊണ്ടാണ്. ചില ആളുകളുണ്ട്, ഏത് പള്ളിപ്പായാലും പ്രശ്നമില്ല, എങ്ങനത്തെ ഒത്തായാലും പ്രശ്നമില്ല, യാന്ത്രികമായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. അങ്ങനെ ആവരുത് നമ്മുടെ നിസ്കാരം. ഖുർആൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുവദിച്ച, അള്ളാഹു അനുഗ്രഹിച്ച ഒരു ആസ്വാദനമാണത്. ഖുർആൻ ഈണത്തിൽ ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഖുർആൻ ഈണത്തിൽ ഓതാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് കരുതി ഈണയില്ലാത്തവരൊന്നും നമ്മിൽപ്പെട്ടവരല്ല എന്നല്ല. ഖുർആൻ ഈണത്തിൽ ഓതാൻ ശ്രമിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ഖുർആനിന്റെ ഇമ്പമാർന്ന സ്വരമുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, വലിയ ആസ്വാദനമാണ്. അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഈ റമദാൻ മാസത്തിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള പരിശുദ്ധ ഖുർആൻ പാരായണമുള്ള പള്ളികൾ തേടി പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ചില ആളുകളൊക്കെ അതിനെ വിമർശിക്കുന്നത് കാണാറുണ്ട്. എനിക്കൊരു യോജിപ്പുമില്ല. നല്ല ഖിറാഅത്തുള്ള, മനസ്സിന് തട്ടുന്ന ഖിറാഅത്തുള്ള, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ചില ഖിറാഅത്തിലൊക്കെ ഈണമൊന്നും വലുതായിട്ടില്ലെങ്കിലും നമ്മൾ ആ ഓത്ത് നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. കാരണം എന്താ അറിയോ, ആ ഖുർആനിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഓതുന്നുണ്ടാവുക. ആ ഹൃദയത്തിൽ നിന്ന് ഓതുമ്പോ അനുവാചകരുടെ, കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് നേരെ ഖുർആൻ പ്രവേശിക്കും. സൗദി അറേബ്യയിൽ ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയപ്പെടാറുണ്ട്. സാധാരണ ഞാൻ ആ പള്ളിയിൽ ഉണ്ടായിട്ടൊന്നുമില്ല. ആ സമയത്ത് പറയപ്പെടാറുണ്ട്, ഈ പലിശയുടെ ആയത്ത് ഇമാം ഇങ്ങനെ പാരായണം ചെയ്തു. പലിശയുടെ ആയത്ത് പാരായണം ചെയ്തിട്ട് ഫൈലം തുഫഅലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിന്റെ ആയത്തുണ്ടല്ലോ, നിങ്ങൾ പലിശ ഒഴിവാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊള്ളുന്നൊരു ആയത്തുണ്ട്. ഈ ആയത്തെത്തിയപ്പോ ഈ ഇമാം ഇതിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ തുടങ്ങി. അവസാനം പിറകിൽ നിന്നൊരു മനുഷ്യന്റെ മൊത്തം കൺട്രോൾ അങ്ങോട്ട് വിട്ടു. അയാൾ ഉറക്കെ കരഞ്ഞു. ഖലാസിയ ഷെയ്ഖ്, ഖലാസിയ ഷെയ്ഖ് എന്ന് പറഞ്ഞ് അയാൾ പിറകിൽ നിന്ന് കരഞ്ഞു. കാരണം അയാൾ പലിശയുമായി ഇടപെടുന്നവരാകാം, പലിശയുമായി എന്തെങ്കിലും അയാൾ നിയന്ത്രണം വിട്ടുപോയതാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അയാളെ ജീവിതത്തിലെ പലിശയിൽ നിന്ന് എന്നേക്കുമായി ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. നാം അങ്ങേക്ക് അവതരിപ്പിച്ചു തന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ തറ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ അങ്ങേക്ക് കാണാം. തഫീദു മിന ദം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിറഞ്ഞുകൊണ്ട് ധാരധാരയായി ഒഴുകുന്നതായി നബിയെ അങ്ങേക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആ 3 ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഖുർആൻ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആൻ നിങ്ങളുടെ കണ്ണ് നിറച്ചിട്ടുണ്ടോ? ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകളിലും പ്രയാസങ്ങളിലും സമാധാനം നൽകിയിട്ടുണ്ടോ? ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. നിങ്ങൾ ഖുർആൻ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുകയില്ല. അതല്ല, ഖുർആൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല, എന്റെ കണ്ണും നിറച്ചിട്ടില്ല, എനിക്കൊരു സമാധാനവും നൽകിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഹുമ്മിലു തൗറാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണം നമുക്ക് യോജിക്കുന്നതായി മാറിപ്പോകുമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ റമദാൻ കഴിയുന്നതിന്റെ മുന്നേ ഖുർആൻ കരയിപ്പിക്കുന്നവരായി, ഖുർആൻ അത്ഭുതപ്പെടുത്തുന്നവരായി, ഖുർആൻ സമാധാനം നൽകുന്നവരായി മാറാനുള്ള ഒരു പരിശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരൊറ്റ വട്ടമെങ്കിലും ഈ റമദാൻ നിങ്ങളുടെ ഓത്തൊരു ഭാഗത്ത് നിന്ന് നടന്നോട്ടെ, ഖിറാഅത്ത് ഒരു ഭാഗത്ത് നിന്ന് നടന്നോട്ടെ, പക്ഷേ ഒരു വട്ടമെങ്കിലും ഖുർആനിന്റെ അർത്ഥം മനസ്സിരുത്തി ഒന്ന് വായിച്ച് തീർക്കാനുള്ള ഒരു ശ്രമം ഈ റമദാൻ മാസത്തിൽ നാം നടത്തേണ്ടതുണ്ട്. ഒരൊറ്റ വട്ടം. അതുപോലെ തന്നെ അവസാനത്തെ 10-ൽ പരമാവധി രാത്രിയൊക്കെ ഇരുന്ന് ഖുർആനുമായി, ആ ഖുർആന്റെ തദബ്ബുറിലും അതിന്റെ ഖിറാഅത്തിലും തിലാവത്തിലുമെല്ലാം കൂടുതൽ സമയം ചെലവഴിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എന്റെ നോമ്പ് തുറന്നപാടായതുകൊണ്ട് എന്റെ ഊർജവും പരിമിതമാണ്. നിങ്ങളിൽ പല ആളുകളും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കയറുമ്പോ തന്നെ അതും അതിന് പറഞ്ഞിരുന്നു, സദസ്സ് നോക്കിയിട്ട് സമയം നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സദസ്സ് നോക്കിയ സ്ഥിതിക്ക് ഇനിയും ഞാൻ നീട്ടിയാൽ
അത് പ്രശ്നമാണ് എന്നതുകൊണ്ട് ഞാൻ വിഷയം ചുരുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനെതിരിൽ വലിയ ആരോപണങ്ങളും വലിയ പ്രചാരണങ്ങളും വരുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആനെ സംരക്ഷിക്കുക എന്നത്, ഖുർആനെ പ്രചരിപ്പിക്കുക എന്നത് നമ്മുടെ വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ കൂടെ മഹ്മൂദൊക്കെ ഉണ്ട്. നമ്മുടെ ഞങ്ങൾ രണ്ടുപേരും ഖത്തറിലേക്ക് വന്നത് ഒരാവശ്യവും കൂടിയായിട്ടാണ്. ഒരു വ്യത്യസ്തമായൊരു സ്ഥാപനം. നിങ്ങൾ ആരും 100% ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, നിങ്ങൾ ആരും ഇന്ന് വരെ ജീവിതത്തിൽ എവിടെയും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ സ്ഥാപനം എന്താണെന്ന് കൂടി ഒരു 5 മിനിറ്റിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദാറുൽ ബയ്യിന എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വാരം എന്ന് പറയുന്ന പ്രദേശത്താണ് ആ സ്ഥാപനം കിടക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യവും കൂടി പറഞ്ഞുതരാം. ആ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന